ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്കോർ അക്കാഡമിയുടെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ RRB ALPയുടെ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ ജനുവരി 20-നാണ് പുറത്തുവിട്ടത്. നോട്ടിഫിക്കേഷൻ പുറത്തു വന്നിട്ട് ഇപ്പോൾ 10 ദിവസത്തോളമായി. കുറച്ച് പേരെങ്കിലും എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്ലൈ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തവർ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസം RRB ALPയുടെ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് അപ്ഡേറ്റുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ആ അപ്ഡേറ്റ്സ് എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ 2018 ALP എക്സാം വിളിച്ചപ്പോൾ ALP ബാർ ടെക്നീഷ്യൻ ഒരുമിച്ചാണ് വിളിച്ചത്. ഇത്തവണ നോട്ടിഫിക്കേഷനകത്ത് ALPയുടെ നോട്ടിഫിക്കേഷൻ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ജനുവരി 20-ന് പുറത്ത് വിട്ടിട്ടുള്ള നോട്ടിഫിക്കേഷനിൽ ALPയുടെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വേക്കൻസിയും കുറവായിരുന്നു, 5000 ചില വേക്കൻസി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ടെക്നീഷ്യൻ അതിൻ്റെ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് RRB ഇന്നലെ ഒരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. അതെന്താ നോക്കാം. RRBs are currently in the process of finalizing the release of another centralized employment notification specifically aimed at the recruitment of technician. ടെക്നീഷ്യൻ തസ്തികകളിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്നതിന് വേണ്ടിയിട്ട് RRB എന്ത് ചെയ്യുന്നു? ഉടനെ തന്നെ ഒരു സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെന്റ് നോട്ടിഫിക്കേഷൻ പുറത്തുവിടാൻ പോകുന്നു. വി ആർ പ്ലാനിങ് ടു റിലീസ് ദിസ് നോട്ടിഫിക്കേഷൻ സൂൺ. അപ്പോൾ ALP എക്സാം വേക്കൻസി കുറവാണ്, കഴിഞ്ഞ തവണത്തെ അത്രയും വേക്കൻസി ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അപ്ലൈ ചെയ്യാതിരുന്നവർ എന്ത് ചെയ്യുക? എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. ടെക്നീഷ്യനും ഉടനെ തന്നെ വിളിക്കും. വേക്കൻസീസ് കൂടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറോണ കാരണം ഏജ് റിലാക്സേഷൻ 3 വർഷത്തോളം കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? 2018 നോട്ടിഫിക്കേഷനിൽ 18 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായിരുന്നു എക്സാം എഴുതാൻ പറ്റുന്നത്. ഇത്തവണ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ അത് ആദ്യം 18 വയസ്സ് മുതൽ 30 വയസ്സായിരുന്നു. 2024 ജനുവരി 20-ന് പുറത്തുവിട്ട നോട്ടിഫിക്കേഷനിൽ 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് എക്സാം എഴുതാമെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ RRB അതിന് ഒരു തിരുത്ത് കൊടുത്തുകൊണ്ട് പറയുകയാണ്, കോവിഡ് കാലഘട്ടത്തിലെ ആ സംഭവത്തെ പരിഗണിച്ചുകൊണ്ട് 3 വർഷത്തോളം എന്ത് ചെയ്യുന്നതാണ്? ഏജ് റിലാക്സേഷൻ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാണാൻ പറ്റും ഏജ് ലിമിറ്റ് ഇപ്പോൾ എത്രയായിട്ട് മാറി? 18 വയസ്സിനും 33 വയസ്സിനും ഇടയിലുള്ള ആളുകൾക്ക് എഴുതാം. ജനറൽ കാറ്റഗറിയോ EWS കാറ്റഗറിയോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയുള്ള ആളുകൾക്ക് അതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് 2/7/1991 ശേഷം ജനിച്ചവർക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ ജനറലോ EWSകാരാണെന്നുണ്ടെങ്കിൽ ഈ എക്സാം അപ്ലൈ ചെയ്യാം. OBC ആണെന്നുണ്ടെങ്കിൽ 2/7/1988 ശേഷം ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. SC/ST കാരാണെന്നുണ്ടെങ്കിൽ 2/7/1986 ശേഷം ജനിച്ചവർക്കും എന്ത് ചെയ്യാം? ഈ എക്സാമിന് അപ്ലൈ ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഏജിൻ്റെ ഇയറും കൂട്ടിയിട്ടുണ്ട്. 18 വയസ്സ് 30 വയസ്സിൽ നിന്ന് 33 വയസ്സായിട്ട് കൂട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കാം. അഗെയിൻ ഞാൻ പറയുന്നു, നേരത്തെ ടെക്നീഷ്യൻ ഇല്ല എന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്യാതിരുന്നവർ, ഏജ് ബാർ ആയി എന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്യാതിരുന്നവർ, നിങ്ങൾക്ക് ഇനി 10 ദിവസം കൂടി ഉണ്ട്, അല്ലെങ്കിൽ ഒരു 19 ദിവസം കൂടി ഉണ്ട്. ഫെബ്രുവരി 19 വരെയാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യുക? എത്രയും പെട്ടെന്ന് എക്സാം അപ്ലൈ ചെയ്യാൻ നോക്കുക. ഏജ് ബാർ മാറ്റിയിട്ടുണ്ട് 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെ. ഇത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റിനാണ്, അതിവിടെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഏജ് റിലാക്സേഷൻ ടു എക്സ് സർവീസ് മാൻ കാൻഡിഡേറ്റ്സ് വിൽ ബി ആസ് ഗിവൺ ഇൻ പാരഗ്രാഫ് 5.1 എന്ന് പറഞ്ഞാൽ ഒറിജിനൽ നോട്ടിഫിക്കേഷനിൽ ജനുവരി 20-നൊക്കെ പുറത്തുവിട്ട നോട്ടിഫിക്കേഷനിലുള്ള പോലെ തന്നെയാണ് ബാക്കിയുള്ളവരുടെ ഏജ് റിലാക്സേഷൻ. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റിലുള്ളവർക്കാണ് ഈ സംഭവം ബാധകമായിട്ടുള്ളത്. നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ താഴെ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇനി ഇവിടെ മറ്റൊരു കാര്യം കൂടി എഴുതിയിട്ട് ഓൾ അതർ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദ ഡീറ്റെയിൽ ഓഫ് നോട്ടിഫിക്കേഷൻ റിമെയിൻഡ് അൺചേഞ്ച്. മറ്റൊരു മാറ്റവും വരുത്തിയിട്ടില്ല എന്നുള്ള കാര്യം കൂടി ഓർത്ത് വയ്ക്കാം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ALP എക്സാമിൻ്റെ ടെൻറ്റേറ്റീവ് ഡേറ്റും കൂടി RRB പുറത്തുവിട്ടിട്ടുണ്ട്. 30/1/2024, അതായത് ഇന്ന് ആണ് RRB എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ഒരു ടെൻറ്റേറ്റീവ് ഡേറ്റ് റിലീസ് ചെയ്തിട്ടുള്ളത്. CBT എക്സാം ജൂണിനും ഓഗസ്റ്റിലും ആയിരിക്കും നടത്താൻ സാധ്യത. ജൂണിനും ഓഗസ്റ്റിനും ഇടയിലാണ് നടത്താൻ സാധ്യത. ഇത് ടെൻറ്റേറ്റീവ് ഡേറ്റ് ആണ്. സെക്കൻഡ് സ്റ്റേജ് CBT 2 എന്ന് പറയുന്നത് സെപ്റ്റംബർ 2024, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അഥവാ CBAT എന്ന് പറയുന്നത് നവംബർ 2024, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് ശേഷമുള്ള ഷോർട്ട് ലിസ്റ്റും ഡോക്യുമെന്റ് വെരിഫിക്കേഷനും നവംബർ-ഡിസംബർ മാസങ്ങളിലായിട്ട് നടത്തും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ജനുവരിയിൽ നോട്ടിഫിക്കേഷൻ ഇട്ട് 1 ഇയർ ത്രൂ ഔട്ട് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് ഈ വർഷം അവസാനമാകുമ്പോഴേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ജോലിയിൽ കയറാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ വരാവുന്ന രീതിയിലുള്ള ഒരു നോട്ടീസാണ് RRB പുറത്തുവിട്ടിരിക്കുന്നത്. RRB ഫാസ്റ്റായി എന്നുള്ളതാണ് നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം. ഇതിനേക്കാളും എല്ലാം ഉപരിയായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്.
The centralized employment notification for the next cycle of recruitment to the post of ALP is provisionally planned for issue in January 2025. എന്ന് പറഞ്ഞാൽ ഇനി മുതൽ RRB വർഷാവർഷം ALP എക്സാം വിളിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. നമ്മുടെ SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എല്ലാം എക്സാം നടത്തുന്ന പോലെ തന്നെ വർഷാവർഷം RRB എക്സാംസ് നടത്താൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. വർഷാവർഷം RRB ALPയും ടെക്നീഷ്യനും അതുപോലുള്ള മറ്റ് പോസ്റ്റുകൾ എക്സാം നടത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വർഷങ്ങളിൽ, ഇനി വരാനിരിക്കുന്ന വർഷങ്ങളിൽ ഒരു ജോലി നേടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ അപ്ഡേറ്റ്സ് ഓർത്തിരിക്കുക. എക്സാം അപ്ലൈ ചെയ്യാത്തവർ അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ പഠിച്ചു തുടങ്ങുക. കാരണം എന്താണ്, CBT 1ൻ്റെ ഡേറ്റ് ജൂണിനും ഓഗസ്റ്റിനും ഇടയിലായിരിക്കും. നിസ്സാര സമയമുള്ളൂ. ഇനി ഒരു 5 മാസത്തിന് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ടയർ 1 കംപ്ലീറ്റ് ചെയ്യണം. അത് കഴിഞ്ഞാൽ സെപ്റ്റംബർ മാസം ആകുമ്പോഴേക്കും എന്ത് ചെയ്യും, ടയർ 2 വരും. പിന്നെ CBAT നവംബർ മാസം ആകുമ്പോഴേക്കും വരും. അപ്പോൾ 5 മാസം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇത്രയും സിലബസ് കവർ ചെയ്യണം. പഠിച്ചു തുടങ്ങാത്തവർ പഠിച്ചു തുടങ്ങുക, അപ്ലൈ ചെയ്യാത്തവർ അപ്ലൈ ചെയ്യുക. RRBയും ALPയുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് അപ്ഡേറ്റ്സുമായിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.